ഒരു പൈസ പോലും ഇല്ലാതെ ചിത്രം വരയ്ക്കുകയും കാത് പ്രേമവാചനത്തിന് മുറിച്ചു കൊടുക്കുകയും ചെയ്ത വാൻ ഗോഗ് ഒരു തെണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡസ്റ്റോസ്കിയുടെ ഒരു വാക്കെടുത്ത് പറയുകയാണെങ്കിൽ, ദൈവം സ്വന്തം പുത്രനെ കുരിശിലേറ്റിയിട്ടും പഠിക്കാത്ത ജനത്തെ ഞാൻ എന്ത് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിലേറിയ ക്രൈസ്റ്റ്. മന്ത്രിസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവൻ്റെ മോചനത്തിന് വേണ്ടി പോയ ചെഗുവേര. എത്രയോ ആളുകൾ നമുക്ക് മുമ്പ് നടന്നു പോയവരെയാണ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. മറ്റുള്ളവരുടെ ആദിയും അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, കാഴ്ചയുടെ അതല്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. ഒരു കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വളരെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നെയ്ത്തുകാരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ പലതരത്തിലെ ഓർമ്മകൾ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ഫ്ലാഷ് ബാക്ക്. അപ്പം മിസ്റ്റേക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ സിനിമ പോലെ വളരെ കുറഞ്ഞുപോയി വാക്കുകൾ. മറ്റൊരു പ്രത്യേക സന്തോഷകരമായ വാർത്ത ഈ സദസ്സിനോട് പറയാനുള്ളത്, ശ്രീ പ്രിയനന്ദനൻ ചെയ്യുന്ന അടുത്ത സിനിമ, അദ്ദേഹത്തിന് വേണ്ട അടുത്ത സിനിമ നിർമ്മിക്കാൻ ഒരു സുഹൃത്ത്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയായിരിക്കും പ്രിയനന്ദൻ അടുത്ത് ചെയ്യുന്നതെന്ന് അറിയിക്കട്ടെ. അതിനും കൂടെ ഒരു വേദിയാവുന്നതിൽ ദീപ്തി വെൽഫെയർ അസോസിയേഷൻ ചാതിതാർത്ഥ്യമുണ്ട്. ശ്രദ്ധയോടെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് ടി വിയിൽ വരുമ്പോൾ. അങ്ങനെയുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ. തിയേറ്ററിൽ നിന്ന് വരുമ്പോഴും ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് നമ്മൾ അതിൻ്റെ ഒരു സങ്കല്പത്തെ, ഉദ്ദേശശുദ്ധിയാണ് കാണുന്നത്. അങ്ങനെ പറ്റും. അത് ടി വിയിൽ കണ്ടിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതിയിലല്ല അത്. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ കാണണം. അത് നമ്മളുടെ ഒരു ആഗ്രഹവും സ്നേഹവും ഒക്കെയാണത്. ഇത് മനസ്സിലാവുന്നു. അത് കാരണം തിയേറ്ററിൽ മുഴുവൻ വന്നിട്ടില്ല, എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടില്ല. അപ്പം അത് കാണാൻ പറ്റാത്തത് ഓരോ കാണിയുടെയും കുഴപ്പമില്ല, അത് കാണിക്കരുതെന്ന് കരുതുന്ന കുറേ ആളുകളുടെ കുഴപ്പമാണ്. പണം ഉണ്ടാക്കണമെന്ന് ലക്ഷ്യബോധം വരുമ്പോൾ ഒരുപാട് ഓർമ്മകളെ തട്ടിമാറ്റണം. പിന്നെ നമ്മളെ അങ്ങനെ വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടല്ല ചെയ്തിട്ടില്ല. ഞാൻ ഈ അപ്പമേസ്ത്രി അവരെ കാണുന്നില്ല ഒരർത്ഥത്തിൽ. ഓർമ്മകൾ അയാളുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. അതിന് അങ്ങനെ തന്നെ ഒരു തലം മതി. അതിന് വലിയ സൗന്ദര്യബോധത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ വളരെ നിറമുള്ള ഒരു വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയില്ല. കാരണം അതിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ആവശ്യം അതിനില്ല. കാരണം അത് അയാളുടെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് കയറിപ്പോവുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു പാട്ടിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിന് അങ്ങനെ കടന്നുപോയ ആ ഒരു വഴിക്ക് അതിൻ്റെ വളരെ മനോഹാരിതയുടെ അല്ലെങ്കിൽ ക്ലോസപ്പിൻ്റെതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നീണ്ട ഹാൻഡിൽ ഷോട്ടിലൂടെ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നടന്നു വരുന്ന സമയത്ത് ഹാൻഡിൽ എടുത്തിട്ടാണ് ക്യാമറ വരുന്നത്, ആളെപ്പോൾ മുഴുവൻ ചരിത്രം പറയുന്നത്. അത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാമായിരുന്നെങ്കിൽ, സിനിമയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാമായിരുന്നെങ്കിൽ ഒരുപാട് അർത്ഥത്തിൽ പണം ലാഭിക്കാമായിരുന്നു. കാരണം അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഡയലോഗ് തെറ്റും, പ്രശ്നമാണ്. വീണ്ടും റൗണ്ട് ചെയ്യണം, വീണ്ടും തന്നെ നടന്നു വരണം, വീണ്ടും ഇത് വേണം. അപ്പോൾ ഒരുപാട് ഫിലിം നമുക്ക് നഷ്ടപ്പെടും. എന്നാലും അത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അതിന് ജെർക്കുണ്ടായിക്കോട്ടെ എന്നാണ് ബോധപൂർവം ചെയ്തതാണ്. അതിന് ജെർക്കുണ്ടായിക്കോട്ടെ, ഹാൻഡിലിൽ തന്നെ മതി, സ്റ്റഡി ക്യാമിൽ വേണ്ട, അത് ഹാൻഡിൽ ഷോട്ട് മതി. അതിന് നമ്മുടെ ഓരോ യാത്രയ്ക്കും ഒരു ജെർക്കുണ്ടാവും. കാരണം നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും, എത്ര തന്നെ വലിയ ഇതാണെന്ന് പറഞ്ഞ റോട്ടിലൂടെ അടിച്ചു പൊളിച്ച് പോയാലും എവിടെയോ ഒരു കുഴി ഉണ്ടായിട്ടുണ്ടാവും, ഒരു ചാട്ടം ഉണ്ടാവും. ആ ജെർക്കുകൾ, ഒരു പരുക്കുകൾ, നമ്മുടെ യാത്രക്കിടയിൽ എത്ര തന്നെ വീടരുതെന്ന് വിചാരിച്ചാലും എവിടെയോ, അല്ലെങ്കിൽ കാൽത്തട്ടി മുറിയുന്ന പോലെ ഒരു മുറിവുണ്ടാവും. അതുണ്ടായിക്കോട്ടെ എന്ന് ബോധപൂർവം ചെയ്തതാണ്.